നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പൊതുയിട കലാസൃഷ്ടികൾ സംരക്ഷിക്കണമെന്ന് കേരള ചിത്രകലാ പരിഷത്ത്. പയ്യമ്പലം പ്രണവ് റിസോർട്ടിൽ നടന്ന സമ്മേളനത്തിൽ 2025-28 വർഷത്തേക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സമ്മേളനം സംസ്ഥാന ട്രഷറർ ഷാജി പാമ്പള ഉദ്ഘാടനം ചെയ്തു. പൊതുയിട കലാസൃഷ്ടികൾ ദൈനംദിന ജീവിതത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുമെന്നും അതിനാൽ അവയുടെ സംരക്ഷണവും പ്രോത്സാഹനവും ഉറപ്പുവരുത്തണമെന്നും കേരള ചിത്രകലാ പരിഷത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചിത്രങ്ങൾ ഒരു പൊതുസ്ഥലത്ത് പ്രത്യേകമായ ആഘോഷ പരിപാടിയുടെ പേരിലാണെങ്കിൽ പോലും അവിടെ ചിത്രചന്തയിലൂടെ അത് വിൽപ്പന നടത്തി അവർക്കും സമൂഹത്തിനും അത്തരം ഒരു ചിത്ര സങ്കേതങ്ങളെക്കുറിച്ചും ചിത്രരീതികളെക്കുറിച്ചും വരച്ച ചിത്രങ്ങൾ വാങ്ങി വീടുകളും മറ്റ് സ്ഥാപനങ്ങളും അലങ്കരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രവർത്തനം. ഒരുപക്ഷെ ചിത്രകലാ പരിഷത്ത് കേരളത്തിൽ ആദ്യം നടത്തുന്നതാണിത്. ചിത്രകലാ പരിഷത്തിൻ്റെ കർണാടക വിഭാഗം ബാംഗ്ലൂരിൽ എല്ലാ വർഷവും നടത്താറുണ്ട്. പക്ഷേ ചിത്രകലാ പരിഷത്തിൻ്റെ സംസ്ഥാന ഘടകം ഇതുവരെ അങ്ങനെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ആദ്യമായി ഏറ്റെടുക്കുന്നത് കണ്ണൂരാണ്. ഏതായാലും അതോടൊപ്പമുള്ള വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അതാത് സമയത്ത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രദ്ധ പ്രത്യേകമായി വേണം. കാരണം ഇപ്പോൾ കലുഷിതമായ ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ സർഗാത്മകത വളർത്തുന്നതിന് വേണ്ടിയും പോസിറ്റീവ് എനർജി നൽകുന്നതിന് വേണ്ടിയും ഇത്തരം കൂടിച്ചേരലുകൾ ഉണ്ടാവും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. സംഘടനയുടെ നേതൃത്വത്തിൽ 2025 വർഷം സംഘടിപ്പിക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും ചിത്രരചനയുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചിത്രകാരൻ KK മാരാർ മുഖ്യാതിഥി ആയിരുന്നുവെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് പ്രമോദ് അടുത്തില, സെക്രട്ടറി പ്രിയ ഗോപാൽ, ട്രഷറർ പ്രമോദ് KP, പ്രോഗ്രാം കോർഡിനേറ്റർ സുശാന്ത് കൊല്ലറയ്ക്കൽ, മീഡിയ കോർഡിനേറ്റർ അനൂപ് കൊയ്യം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.